സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹേറ്റഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ല, ഞാൻ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. മനുഷ്യരായിട്ടുള്ള ആളുകൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടു. हम लोग बन चुके हैं अंधविश्वास के विश्व गुरु। अब रिसेंटली एक वीडियो ट्रेंड किया सोशल मीडिया पे, जहाँ पर एक बंदा नदी में दूध बहा रहा है। आई मीन ये दूध नदी को चढ़ा रहा है एंड कुछ बच्चे 2-3 വീഡിയോകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ കുടിക്കേണ്ട പാല് കൊണ്ടുപോയിട്ട് നദിയിൽ ഒഴിക്കുകയും തൊട്ടപ്പുറത്ത് നിന്നിട്ട് പശുവിന്റെ മൂത്രം കുടിക്കുകയും ചെയ്യുന്ന കുറെ യുപിയിലെ മഹാവങ്കന്മാര്. പിന്നെ നമ്മൾ കാണുന്നത് ഏതോ ഒരു നദിയില്, കണ്ടില്ലേ, ഏതോ ഒരു നദിയില് മനുഷ്യർ കുടിക്കേണ്ട പാൽ ഒഴിച്ചു കളയുമ്പോൾ ഏതൊക്കെയോ കുഞ്ഞുങ്ങൾ വന്നിരുന്നിട്ട് അവർക്ക് അല്പമെങ്കിലും പാല് അതിൽ നിന്ന് കിട്ടുമോ എന്ന് അവർ ശ്രമം നടത്തി നോക്കുകയാണ്. അല്പമെങ്കിലും പാല ഒഴിച്ചു കളയുന്നത് തങ്ങളുടെ പാത്രത്തിലേക്ക് കിട്ടുമോ എന്ന് ശ്രമം നടത്തിയിട്ട് ആ പാല് വാങ്ങിച്ചു ഓടുന്ന കുറച്ച് കുട്ടികളുടെ ദൃശ്യം, പട്ടിണിയിലായി പോകുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അല്ലാതെ പാലിങ്ങനെ ഒഴിച്ചു കളയുമ്പോൾ അതൊരല്പം പാത്രത്തിൽ ഏറ്റുവാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങില്ല എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ പാലെല്ലാം ഇങ്ങനെ നദിയിൽ ഒഴിപ്പിച്ചു കളയുന്നത്? വിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ പേരിൽ. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ പല ആൾക്കാരും എന്റെ നെഞ്ചത്തോട് കയറി വരണം, അടാ നിനക്കൊന്നും അറിയില്ലടാ, നിന്റെ അപ്പനപ്പന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. സാധ്യത കുറവാണ്. എന്റെ അപ്പനപ്പന്മാർക്ക് നേരം പോലെ പശുവിന്റെ പാല് തന്നെ കുടിക്കാൻ കിട്ടിയിരുന്നു എന്നുള്ള കാര്യം സംശയമായിരിക്കും എന്നാണ് ചരിത്രം നമ്മളോടൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറയുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്ക് പറയാനുണ്ട്. അടുത്തത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. അതിങ്ങനെയാണ്. यहाँ पर या तो गौशाला बननी चाहिए, नहीं या तो गुरुकुल बनना चाहिए भाई, नहीं गुरुकुल बनना चाहिए, बात खत्म। या तो यहाँ पर ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തിനാണ് മനുഷ്യർക്ക് എന്ന് പോലും ബോധമില്ലാത്ത കുറെ ടീമുകൾ. ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിലാണ്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ ഉണ്ട് അവിടെ, മൗണ്ട് ഒലീവ് എന്നാണ് ആ ഒരു സ്കൂളിന്റെ പേര്. ആ സ്കൂളിന്റെ മുമ്പില് ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ഒരു തീവ്ര ഹിന്ദു സംഘടനകൾ പോയിട്ട് തല്ലുകൂടുകയാണ്. എന്താണ് ആ വഴക്കിന്റെ കാര്യം അറിയാവോ? അവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ വേണ്ട, അവിടെ അങ്ങനത്തെ ഒരു സ്കൂളേ വേണ്ട എന്ന്. ഇനി ആ സ്കൂൾ തകർക്കാൻ പോവുകയാണ് അവർ. തകർത്തിട്ട് അവർക്ക് അവിടെ എന്താണ് പണിയേണ്ടത്? സ്കൂൾ മാറ്റിയിട്ട് അവിടെ പശുത്തൊഴുത്ത് പണിയണം. ഗുരുകുലമോ മറ്റോ വേണം. ആ പേര് മാറ്റിയിട്ട് ഹർ ഹർ മഹാദേവ് എന്നാക്കി അവർക്ക് മാറ്റണം. ഏത് ലോകത്താണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കി. ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് വരണോ? വളരെ ഈസി ആയിട്ട് വരാൻ സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇത്തരം അവസ്ഥകളൊക്കെ വരും. ഇത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടുകാരൊക്കെ വളരെ പതുക്കെ പോകും. ഞാനൊക്കെ വിചാരിച്ചത് ഇത്തരം കള്ള സന്യാസിമാരും കള്ള നാണയങ്ങളും കണ്ടു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും നമ്മുടെ നാട്ടിലത്തെ മലയാളികളെന്ന്. അല്ല, ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളില്, കഴിഞ്ഞ മാസങ്ങളില് ഒരു നദീതീരത്ത് വെച്ച് നടന്ന മഹാമേള എന്ന് പറയുന്ന, കുംഭമേള എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വന്ന ഇങ്ങനെ കോണകവും മറ്റു കൊടുത്ത കുറേ സന്യാസിമാർ എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് തല കുമ്പിടാനും അവരെ കാല് തൊട്ട് വണങ്ങാനൊക്കെ തയ്യാറായ മലയാളികളുടെ എണ്ണം നമ്മൾ കണ്ടായിരുന്നു. സോ ഞാൻ പറയുന്ന ഇത്രയേ, ഇറ്റ്സ് സോ സിമ്പിൾ. ഇറ്റ് വിൽ മേ ഹാപ്പൻ ഹിയർ ഇൻ അവർ കേരള ടു. ഒരു സംശയമില്ല, സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇനി വേറൊരു സന്യാസിയുടെ വർത്തമാനമാണ് ഞാൻ അടുത്തതായി നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. എന്താണ് ഈ സന്യാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ? RSSകാരാണ് ഹിന്ദു തീവ്രവാദികൾ. ഹിന്ദുക്കൾക്ക് അവർ ആപത്താണ്. ഹിന്ദുവിന്റെ ശത്രു മുസ്ലിം അല്ല, RSSകാരെന്നാണ് ഈ സന്യാസി ഉറക്കെ വിളിച്ചു പറയുന്നത്. ശരിയാണ്. ഇത് പറഞ്ഞ സന്യാസിയുടെ പേര് ജ്യോതിർമഠം ശങ്കരാചാര്യ എന്നാണ്. ഇനി ഇവരെല്ലാരും കൂടിയിട്ട് ഹിന്ദു അല്ല എന്നൊക്കെ പറയുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അപകടമെന്ന്. ഇദ്ദേഹം കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഹിന്ദുക്കൾ അപകടത്തിലാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എങ്ങനെയാണ് അപകടത്തിലാവുമെന്ന് അറിയണ്ടേ? ഇനി ഇവരെല്ലാം ഏറ്റവും വലിയ പ്രശ്നക്കാരാണ്, ഈ മുസ്ലിങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രശ്നക്കാരാണെന്നൊക്കെ പറയുമ്പോൾ
നമുക്ക് ഒരാളെ വാക്ക് കേൾക്കാം. ഒരു വലിയ ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കൂ. നമ്മളെ കമ്മ്യൂണിറ്റിയായിട്ട് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മളെ തേടി വരും, നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഗുഡ് വിൽ ഒരു ഇമ്പോർട്ടൻ്റ്. ഒരാൾ തിരക്കും നമ്മൾ ആരാണ് അന്വേഷിച്ചിട്ട് വരും, അത് വന്നുകൊണ്ടേയിരിക്കും. ട്രസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതെ, ഇത് നടക്കില്ല. ഒരാളെ നമ്മൾ ഈ ജീവിതത്തിൽ ബിസിനസ്സിലായാലും ലൈഫിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ട്രസ്റ്റിനെല്ലാം നടക്കും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് രവി പിള്ളായി, വലിയ വൻ ബിസിനസ് ടൈക്കൂൺ. ഇദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ വിശ്വസിക്കാം, ബിസിനസ്സിൽ മുസ്ലിങ്ങളെ വിശ്വസിക്കാം. അവർക്ക് വളരെയധികം വിശ്വാസ്യതയിൽ എടുക്കാൻ കഴിയുന്ന ഒരു ടീമാണ് അവർ. ഒരു തരത്തിലും ചതിക്കില്ല എന്ന് പറയുന്നത് ഒരു നമ്പർ 1 ബിസിനസ്സുകാരനാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഞാനിങ്ങനെ മാപ്പിളാരെ സപ്പോർട്ട് ചെയ്ത് നടന്നോ. എനിക്ക് പലപ്പോഴും പല ആൾക്കാരൊക്കെ കമന്റ് അടിക്കാറുണ്ട്, എടാ നീ എത്ര തന്നെ പറഞ്ഞാലും നീ വെറും ഒരു കമ്മിയാണ്, നീ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് നീ ഈ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ എന്തൊക്കെ പേരൊക്കെ പറയുമല്ലോ, ഒക്കെ മറന്നുപോയി, അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ആകെ പറയാനുള്ളത് എൻ്റെ ചുറ്റുപാടുള്ള എൻ്റെ സുഹൃത്തുക്കളെയും മറ്റു മുസ്ലിം സുഹൃത്തുക്കളെയും ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. സുഹൃത്തുക്കൾ, അതിൽ മുസ്ലിങ്ങളുണ്ടോ, പാഴ്സി ഉണ്ടോ, ജൈനനുണ്ടോ, ക്രിസ്ത്യനുണ്ടോ, ഹിന്ദുണ്ടോ, ഇതൊന്നും നോക്കാറില്ല. സുഹൃത്തുക്കൾ എന്നുള്ളതാണ്. അവരിൽ എനിക്കിതുവരെ ഒരു പ്രശ്നം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കണ്ടെത്താനുള്ള സാധ്യതയും കുറവാണ്. കാരണം 1, ഞാൻ ജീവിക്കുന്ന മലപ്പുറത്താണ്, 2, ഞാൻ ജീവിക്കുന്നത് കേരളത്തിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ. നിങ്ങളെ സ്നേഹങ്ങൾ കമൻറ്റുകളായിട്ട്, നിങ്ങളെ സ്നേഹങ്ങൾ ഷെയറുകളായിട്ട്, നിങ്ങളെ സ്നേഹങ്ങൾ സപ്പോർട്ടായിട്ട് സബ് ചെയ്തിട്ട് ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചോളുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.